എന്താലേ പൂക്കളൊന്ന് കണ്ടോക്കാണ് നിങ്ങൾ. ഓർക്കിഡിൻ്റെ പൂക്കളാണ് കേട്ടോ. എന്നെപ്പോലെ കാണാൻ പോകാൻ പറ്റാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരുവിധം പൂക്കളൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പോയോൽ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അവരയച്ചു തന്നൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇത് എവിടെയെന്നറിയോ? നമ്മളെ കൊച്ചിൻ ഫ്ലവർ ഷോ ആണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആണ് കൊച്ചിൻ ഫ്ലവർ ഷോ എന്നാണ് പറയുന്നത്. ഇത് മറൈൻ ഡ്രൈവിലാണ്. ഇത് പോകാൻ പറ്റിയവരൊക്കെ പോയി എന്നെ കണ്ടോളിട്ടോ. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ പോകാൻ പറ്റാത്തവർക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ വീഡിയോ ഇതിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടും ഒന്ന് കാണി. നമുക്ക് കൊച്ചിൻ ഫ്ലവർ ഷോ വീഡിയോയിലെങ്കിലും കാണാമല്ലോ. അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പോരുകയാണ്. ടിക്കറ്റ് കൗണ്ടർക്കാണ് നമ്മൾ ഈ പോരുന്നത്. വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. കയറിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ബോൺസായി ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ കയറാം. അത് കുപ്പിയിൽ എന്തൊക്കെയാണ് ഫ്ലാസ്കിലുണ്ടാക്കുന്ന എന്താ ചെടികളൊക്കെയാണ്. നമുക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല. ഓരോരുത്തർ വീഡിയോ എടുത്ത് നമുക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ്. ജെനി അയച്ചു തന്നേക്കണം. അതുപോലെ സുമ അയച്ചു തന്നിട്ടുണ്ട്. അവരെ രണ്ടാളെയും കൂടിയും പിന്നെ വീഡിയോസാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെയുള്ള കാണാൻ പോകാൻ പറ്റാത്തവർക്ക് ഇത് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളെ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഒരുപാട് ഓർക്കിഡ് മാത്രമല്ല ഒരുപാട് പ്ലാന്റുകളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കണ്ടോളൂ. ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ ഓർക്കിഡ് ഏതെല്ലാം വിധത്തിലാണ് ഓർക്കിഡ് പൂത്ത് നിൽക്കുന്നതെന്ന്. ഒന്ന് പതുക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ പൂക്കളും നമുക്ക് കാണാമായിരുന്നു. മേലെ ഇരിക്കുന്നതൊക്കെ ഫെനലോപ്സിസും താഴെ ഇരിക്കുന്നതൊക്കെ ഡെൻഡ്രോബിയുമാണ്. സ്പീഡിലെടുത്ത് പോയതുകൊണ്ടേ ആ പൂക്കളൊക്കെ കണ്ടില്ല ഒരുക്കി വെച്ചേക്കണ്. ഇതെന്താ പീസിലില്ല തോന്നുന്നു. ഈ ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയ വലിയ ഫാമാണ് കേട്ടോ. ഇതെന്താ പരിപാടിയാവോ? ആളുകളൊക്കെ കാണാണ്ട് 1-ാം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് തിരക്ക് ഈ ഡിസംബർ അവസാനമായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ജെനി പോയി എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. പിന്നെ സുമ പറഞ്ഞൊരു കുട്ടി എനിക്ക് കുറച്ച് പൂക്കളും പിന്നെ പൂക്കളെ ഫോട്ടോയും കുറച്ച് വീഡിയോ ഓലും അയച്ചു തന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ചേർത്ത് കണ്ട് ഇട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി കാണാൻ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോട്ടെ മുഴുവനായിട്ടൊന്ന് കരുതിയിട്ടോ. നമ്മളെ ഫോളോ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് കാണാമല്ലോ. അഡീനിയാണത്. അതൊക്കെ ഫെനലോപ്സിസാണ്. ഈ കാണുന്നതൊക്കെ അഡീനിയാണ് കേട്ടോ. ഓരോ പൂവിൻ്റെ ഭംഗിയും കാണുന്നില്ല. ഇത് നല്ല ഭംഗിയായിക്കണോ. നല്ല വലിയ ഡെൻഡ്രോബിയം തന്നെയാണ് പൂത്ത് നിൽക്കുന്ന ഡെൻഡ്രോബിയം. എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫെനലോപ്സിസിൻ്റെ നല്ലൊരു കൂമ്പാരം തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫെനലോപ്സിസ് കാണന്നെ വേണമെന്നാണ് പറഞ്ഞത് ഡെൻഡ്രോബിയം. അപ്പോൾ ഓർക്കിഡ് നമ്മൾ കാണുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാഴ്ച തന്നെയല്ലേ. ബോൺസായി അതിലേറെ ഉണ്ട്. ഒരുപാട് പഴക്കമുള്ള ബോൺസായികളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ക്യാമറ ഇളകാതെ ഇവരൊക്കെ മൊബൈലിൽ ക്യാമറ ഇളകാതെ പിടിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ കാണാമായിരുന്നു. ചെരിച്ചും ചായച്ചും ഒക്കെ പിടിച്ചതുകൊണ്ടേ. എന്നാലും നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്താ ആന്തൂറിയോ? കണ്ണാണെങ്കിൽ കാണുന്നില്ല. എന്താ ആന്തൂറിയാ തോന്നുന്നു.
എന്ത് പൂവാണാവോ ഒക്കെ എല്ലായാലും ഏതായാലും നല്ല പൂക്കളാണ്. വെറും പൂവിൻ്റെ ഒരു ഇത് കേട്ടോ, മായാജാലം അങ്ങനെ തന്നെ പറയാം. അതൊക്കെ ആന്തോറിയം തന്നെ തോന്നുന്നു. ആളുകളൊക്കെ ഇഷ്ടംപോലെ കാണാണ്ട് കേട്ടോ. കാരണം കൊച്ചിയിലുള്ളവർക്ക് നല്ല സുഖമായി. എറണാകുളം, കൊച്ചി, തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ. പിന്നെ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ റോഡ് വളരെ മോശമാണ്. പിന്നെ ട്രെയിനിനൊക്കെ പോകണം. പീസിലില്ലി ഉണ്ടില്ലേ, ട്രെയിനിന് പോയാൽ പിന്നെ അത്ര തന്നെ കുത്തിക്കുലുങ്ങി പോരാൻ പറ്റുമോ? പോരേണ്ട ആവശ്യമില്ല. മറ്റേത് വളരെ മോശം റോഡായതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അവിടെ ഏറ്റവും പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ നീക്കാൻ വയ്ക്കൂല. അത്രക്കും റോഡ് മോശമാണ് എറണാകുളത്തേക്കുള്ള റോഡ്. 1-2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് തൃശ്ശൂർക്ക് മോനേട്ടൻ്റെ അവിടേക്കും എറണാകുളത്തേക്കും പോയിട്ട് ശരീരം അങ്ങോട്ട് പറ്റ നുറുങ്ങിയ വേദനയായിരുന്നു. എല്ലാ പൂക്കളും കണ്ടോളൂ. എന്തൊരു ഭംഗിയിലാണ് അലങ്കരിച്ച് വെച്ചേക്കണത് അറിയോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആണെന്ന് പറയുമ്പോൾ ആ ഫ്ലവർ ഷോൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നാല് പൂ വെച്ച് കാണാൻ നിർത്തിയതൊന്നുമല്ലല്ലോ. മല്ലികയാണെന്ന് തോന്നുന്നു അത് കേട്ടോ, ഈ ഡെക്കറേഷൻ ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ മല്ലികയാണ്. മല്ലിക ജമന്തിയാണോ? ജമന്തി ഉണ്ടാവും. പൂവൊന്നും വലിയൊരു ക്ലിയർ ആയിട്ടില്ല ഫോട്ടോ എടുത്തിട്ട്. എന്നാലും നല്ല നമുക്ക് ഒരു പൂന്തോട്ടത്തിൽ പോയൊരു പ്രതീതിയില്ലേ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ. എന്നാൽ നമ്മൾ ഈ ഇടുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. നമുക്കിപ്പോൾ ഏതായാലും എറണാകുളത്ത് പോയിട്ട് എല്ലാവരും ഒന്നും പോയിക്കാണ്ട് കാണൂല. പിന്നെ അത്രയും ചെടികളോട് മോഹമുള്ളവർ പോവുള്ളൂ. ഞാൻ എന്തായാലും ജനീൻ്റെ കൂടെ മുന്താസിൻ്റെ കൂടെയൊക്കെ പോകണമെന്ന് കരുതിയതാണ്. ഞങ്ങളെ സാഹചര്യം ഞങ്ങൾക്ക് പോവാൻ റെഡി ആയില്ല. പല കാരണം കൊണ്ടും നമുക്ക് ചില സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇത് 1-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ 1-ാം തീയതി വരെ ഞങ്ങൾക്ക് ഓരോരോ പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ സെയിലും ഇല്ല എന്ന് പറഞ്ഞു, കാണാനേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ജെനി എന്നോട് പറഞ്ഞു ഞാൻ പോകുമ്പോൾ എന്തായാലും മിസ്രിയത്ത വീഡിയോ എടുത്ത് അയച്ചുതരാം, മിസ്രിയത്ത വീഡിയോ ഇട്ടോളി പറഞ്ഞു. അങ്ങനെ ജെനി അയച്ചു തന്നതാണ്. പിന്നെ സുമ പോയപ്പോൾ സുമയും പറഞ്ഞു മിസ്രിയത്ത ഞാൻ നിങ്ങളെ ഓർക്കിഡ് കണ്ടപ്പോൾ കണ്ടമാനം ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് അയച്ചു തരാനേ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ഞാൻ പോയി കണ്ടതൊന്നുമല്ലത്. എന്നെപ്പോലെ കാണാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണ്. പൂക്കളാണല്ലേ ഈ പൂത്ത് നിൽക്കുന്നത്. ചുവപ്പും വെള്ളയും ജമന്തിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പച്ച ജമന്തിയൊക്കെ ഉണ്ട്. ജമന്തി പൂവാണ്, നല്ല റൗണ്ട് പൂക്കൾ. ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കണ്ടിട്ട് ജമന്തി പൂ പോലെ തോന്നി, അതിൻ്റെ ലീഫൊക്കെ കണ്ടിട്ട്. ഇതൊക്കെ ജമന്തിയാണ്. ഇതൊക്കെ ഒറിജിനൽ ജമന്തി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആ പച്ചയും വെള്ളയും ഒരു പ്രത്യേകത തോന്നി. നല്ല ബോള് പോലെ. ആ വെള്ളയൊക്കെ ഒരു കോഴിമുട്ടിൻ്റെ ആകൃതിയിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒരുവിധം പറ്റുന്നവർ എറണാകുളം, തൃശ്ശൂരൊക്കെ ജില്ലയിലുള്ളവർ പോയി കണ്ടോളി കേട്ടോ. ഇന്ന് 31 ആയി. നാളെയും കൂടി ഉണ്ടാവുള്ളേ. പറ്റുന്നവരൊക്കെ പോയിക്കോളി, നേരിട്ട് കണ്ടോളി. നല്ല അടിപൊളി പ്ലാന്റും പൂക്കളും. സെയിലില്ല എന്ന് പറഞ്ഞു. 31-ാം തീയതി ചിലപ്പോൾ സെയിലാവും ഉണ്ടാവും കേട്ടോ.
31-ാം തീയതി അവർ കൊടുക്കും. ഇത് പരിപാടി പോകണമെന്ന് അവർ എന്തായാലും സെയിൽ ചെയ്യും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.